റീഫ്രെയിം ബാഡ് സിറ്റുവേഷൻ. കാരണം എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോശം സാഹചര്യങ്ങളെ ആദ്യം വരൂ, അതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അയ്യോ എൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയരുത്. ഇതിൽ നിന്ന് എന്താ എനിക്ക് നല്ലതല്ലേ? ഈവൻ ഞാൻ ഓർമ്മിക്കും, എൻ്റെ കാർ ഒടിഞ്ഞിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് കുഴപ്പമില്ല, എനിക്ക് കുറേ ബുക്സ് കിട്ടിയിട്ടുണ്ട്, ഇതുവരെ ഇരുന്ന് വായിക്കാനൊരു ചാൻസേ കിട്ടിയിട്ടില്ല. എപ്പോഴും തിരക്കായിരിക്കും, ഫുൾ ടൈം ഇരുന്ന് വായിച്ചിട്ട് 24 മണിക്കൂർ 48 മണിക്കൂറായി കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മോശത്തിന് നല്ലതിലേക്ക് പരിവർത്തനം വരുത്താൻ ഒന്ന് റീഫ്രെയിം ചെയ്യാൻ നമ്മുടെ മൈൻഡ് സെറ്റപ്പിന് വേണ്ടി ഒന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കോൺഷ്യസ് പ്രോഗ്രാം കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമ്മളറിയാതെ ഡെവലപ്ഡായി ഒരു മരം വളർന്നു കഴിയുമ്പോൾ കുറേ കിളികൾ വന്നിരിക്കുമ്പോൾ കൂട് കെട്ടുമ്പോൾ പഴങ്ങൾ മറ്റുള്ളവർ കഴിക്കുമ്പോഴാണല്ലോ മരം വളർന്നു വലുതായി നമുക്കറിയുന്നത്. അതുപോലെ അനേകം കിളികൾക്ക് നമ്മൾ ആശ്രയമായി തീരുമ്പോൾ നമ്മളിലെ പഴങ്ങൾ അനേകായിരം ആളുകൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ സന്തോഷത്തോടെ നമുക്ക് പറയാം, എൻ്റെ വ്യക്തിത്വം വികസിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ നിങ്ങൾക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.